പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും റെയിൻബോ ടെക് മലയാളം ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിൽ കണ്ടതുപോലെയുള്ള ഒരു ലൈറ്റിൻ്റെ നിർമ്മാണമാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമുക്ക് വേണ്ടത് ഒരു 3-പിൻ പ്ലഗ്, പിന്നീട് വേണ്ടുന്നത് 100Kയുടെ 3 റെസിസ്റ്റർ, 100K ഓംസിൻ്റെ 3 റെസിസ്റ്റർ. അതിൻ്റെ കാലുകൾ ഞാൻ വെട്ടിമാറ്റിയതാണ്. നമുക്ക് ചെറിയ കഷ്ണം മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 3 IN4007 ഡയോഡ്, IN4007 ഡയോഡിനെ പറ്റിയൊക്കെ ഞാൻ വളരെ വിശദമായി മുൻ വീഡിയോകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നിർമ്മാണം ആരംഭിക്കാം. ആ പ്ലഗ് ഇതുപോലെ അഴിച്ചെടുത്ത് ഈ പ്ലഗിൻ്റെ മുകൾ ഭാഗത്തെ കവറിൽ 3 ഹോൾസ് ഇടുക. 3 ഹോൾസ് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡ്രിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഡ്രിൽ മെഷീനെ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഈ അയൺ ഉപയോഗിച്ച് തുളയിട്ടാൽ മതി. ആദ്യം അത്ര വലുപ്പത്തിൽ നോക്കി ഇട്ടാൽ മതി, എന്നെങ്കിൽ മാത്രമേ LED ടൈറ്റായി നിൽക്കുകയുള്ളൂ. ഇത് ഞാൻ ഗ്ലൂ ഒട്ടിച്ച് വെച്ചതാണ്. പിന്നെ LED കാലുകളൊന്നും ഇത്രയധികം ഒന്നും വേണ്ട, നമ്മളെല്ലാം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മുറിച്ച് മാറ്റുന്ന സമയത്ത് പോസിറ്റീവും നെഗറ്റീവും തിരിയാൻ വേണ്ടി കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പോസിറ്റീവിൻ്റെത് കുറച്ച് നീളം കൂടിയും നെഗറ്റീവിൻ്റെത് കുറച്ച് നീളം കുറച്ചുമാക്കുക, എങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ബൾബ് വെക്കുമ്പോൾ മറന്നു പോകരുത്. ഇത് റെഡ്, ഇത് ഗ്രീന്, ഇത് യെല്ലോ. അതായത് ഇത് പോസിറ്റീവ് റെഡ് സൂചിപ്പിക്കുന്നു, നെഗറ്റീവ് പച്ച, എർത്ത് മഞ്ഞ. IN4007 ഡയോഡിൻ്റെയൊക്കെ ഇത്ര കഷ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ ലെഗുകളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഈ റെസിസ്റ്ററിനോട് നമ്മുടെ ഈ IN4007 എന്ന ഡയോഡ് പിടിപ്പിക്കുക, സോൾഡർ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതിന് 2 വശങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് നെഗറ്റീവാണ്, ഒന്ന് പോസിറ്റീവാണ്. അതായത് സിൽവർ ലൈനുള്ള ഒരു വരയുണ്ടാവും. ആ സിൽവർ ലൈനുള്ള വരയാണ് പോസിറ്റീവ്. ആ പോസിറ്റീവ് താഴേക്ക് പിടിച്ചുകൊണ്ട് ഈ നെഗറ്റീവ് സൈഡാണ് നമ്മളെ ഈ റെസിസ്റ്ററുമായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇനി ഇതോട് കൂടി ഒരു കഷ്ണം വയറെടുത്ത് ഡയോഡിൻ്റെ താഴെയായി ഘടിപ്പിക്കുക.
അപ്പോൾ റെസിസ്റ്റർ, അതിൻ്റെ താഴെ IN 4007 ഡയോഡ്, അതിനോട് അനുബന്ധിച്ച് ഒരു ചെറിയൊരു വയറും കൂടി ഘടിപ്പിക്കുക. ഡയോഡ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പോസിറ്റീവ് താഴോട്ടും നെഗറ്റീവ് മുകളിലോട്ടുമായി വെക്കണം. അതായത് സിൽവർ ലൈൻ, ഈ സിൽവർ ലൈൻ കീഴെ, മറ്റ് നെഗറ്റീവ് സൈഡ് ഈ ഭാഗത്ത്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇനി നമുക്കിതിനൊരു സ്ലീവ് ഇട്ട് കൊടുക്കാം. കാരണം ഇത് തമ്മിൽ കൂട്ടിമുട്ടി ഷോർട്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സ്ലീവ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും കൂട്ടിമുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മളിതിന് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പേസ് വളരെ കുറവല്ലേ ഈ പ്ലഗിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഇത് ഒരു സ്ലീവ് ഇട്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്ലീവ് ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു ഇൻസുലേഷൻ ടാപ്പ് ഒരു കഷ്ണം എടുത്ത് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞ് വെച്ചാലും മതി. ഇൻസുലേഷൻ ടാപ്പ് ആകുമ്പോൾ തന്നെ അതിൽ നിന്നൊരു പശ പോലെ പിന്നീട് ഇളകും. കുറച്ച് കഴിയുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാണ്. സ്ലീവ് ഉണ്ടായതെങ്കിൽ മാത്രം സ്ലീവ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കുക. അങ്ങനെ 3 വയറ് നമ്മൾ അതുപോലെ ഘടിപ്പിച്ച് വെക്കുക. ഇതിൽ റെസിസ്റ്ററുണ്ട്, അതുപോലെ തന്നെ ഡയോഡുണ്ട്. ഇതിലും അങ്ങനെ തന്നെ റെസിസ്റ്ററും ഡയോഡും. അപ്പോൾ ഈ മൂന്നെണ്ണം ഇതുപോലെ ശരിയാക്കി വെക്കുക. ഞാനിത് ഓൾറെഡി ശരിയാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോൻ്റെ സമയം അധികരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് മുൻകൂട്ടി ചെയ്തു വെച്ചത്. വീഡിയോ കൂടുതൽ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് പലരുടെയും ഒരു ആശയം വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമുക്ക് കുറക്കാൻ പറ്റുന്നതല്ലേ കുറക്കാൻ പറ്റൂ. പിന്നെ ഫാസ്റ്റായിട്ട് ചെയ്തു പോകാൻ കഴിയും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ സോൾവ് ചെയ്ത്, പക്ഷേ ആർക്കും തന്നെ ഒന്നും മനസ്സിലാവില്ല. ചില കോംപ്ലിക്കേഷനുള്ള ചില നിർമ്മാണങ്ങളൊക്കെ നമുക്കത് വളരെ സ്ലോയിൽ മാത്രം പറഞ്ഞാലേ അറിയുന്നവർക്ക് ഇതെല്ലാം അറിയാം. എന്നാൽ അറിയാത്തവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഏതാണ് മൈനസ് ഏതാണ്, LED ബൾബിൻ്റെ LED പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ്, അതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അറിയുന്നവർക്കതൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് അവരെ കൂടി കണക്കിലെടുത്താണ് ഞാനിത് പറയാം. അറിയുന്നവർക്ക് ഈ വീഡിയോ തന്നെ അറിയുന്നതാണ്. പക്ഷേ അറിയാത്തവർക്ക് കുറച്ച് സ്ലോ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷേ എങ്കിലും ഞാനത് പരമാവധി ചുരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം ഞാൻ 2 ആദ്യം സോൾവ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്ററിൻ്റെ സൈഡാണ്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ 3 ഭാഗവും കൂടി നമുക്കൊന്ന് പറ്റുമെങ്കിൽ ചുരുട്ടി വെക്കുക. ചുരുട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അതവിടെ സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. ഇത് ഞാൻ ചുരുട്ടിയിട്ടാണ് സോൾഡർ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകിപ്പോകാതിരിക്കാനാണ്.
നന്നായി സോൾഡറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ തല ഒന്ന് ഒരല്പം ചുരുട്ടി കൊടുക്കുന്നത് നല്ലതാണ് വയർ. ഇല്ലെങ്കിൽ വയറിൻ്റെ ഏതെങ്കിലും മറ്റും സോൾഡറിങ് വീഴാതെ അതങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അത് അടുത്തതിന് മുട്ടുകയോ തട്ടുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്കിതൊന്ന് LED ബൾബുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഒരെണ്ണം എടുത്ത് ബൾബിൻ്റെ LED പോസിറ്റീവ് ആയിട്ട് സോൾഡർ ചെയ്യുക. മറ്റേതും അതുപോലെ തന്നെ ഒരു വയറെടുത്ത് ഇതിൻ്റെ പോസിറ്റീവുമായി സോൾഡർ ചെയ്യുക. സോൾഡറിങ് നന്നായി പിടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോരും. അതുപോലെ തന്നെ മൂന്നാമത്തെ വയറും ഇതിൻ്റെ പോസിറ്റീവുമായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ, ഡയോഡ്, ഒരു വയറിൻ്റെ കഷ്ണം, അത് 3 LED-യുടെയും 3 എണ്ണം ഘടിപ്പിച്ച് 3 LED-യുടെയും പോസിറ്റീവുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെയുള്ള 2 നെഗറ്റീവുകളാണ്. അത് വേണമെങ്കിൽ നമുക്ക് വയറൊന്നുമില്ലാതെ തന്നെ തമ്മിൽ മടക്കി വെച്ച് അവിടെ സോൾഡർ ചെയ്യാം. അതവിടെ സോൾഡറായി. ഇപ്പം 3ൻ്റെ പോസിറ്റീവുകൾ തമ്മിലും ഈ രണ്ട് LED-യുടെ നെഗറ്റീവ് തമ്മിലും കണക്റ്റായി. ഇനി നമുക്ക് ഒരു പച്ച, ചുവപ്പ്, കറുപ്പ്
3 വയറെടുക്കുക. അത് ഒരേ തരം വയറായാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് തന്നെ എടുക്കണമെന്ന് പറയാൻ കാരണം. ഇനി ഈ ചുവന്ന വയറ് നമ്മുടെ ഈ 3 കൂടി സോൾഡർ ചെയ്ത അവിടുന്ന് അതിനോട് ഒരു സോൾഡർ ചെയ്യുക. ഇനി ഒരു കറുപ്പ് വയർ, ഇത് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. ഈ ഫ്ലക്സ് ഉപയോഗിക്കുന്നത് വളരെ നന്നായി സോൾഡർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്ക് സോൾഡർ ചെയ്താൽ നിൽക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും അതാണ് അതിൻ്റെ ശരിയായ വശവും. അപ്പോൾ ഈ കറുപ്പ് വയറെടുത്ത് നമ്മൾ 2 നെഗറ്റീവ് വയറുകൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടില്ല, ആ നെഗറ്റീവ് വയറുമായും ഘടിപ്പിച്ച് വെക്കുക. ഇതിവിടെ സോൾഡർ ചെയ്യുന്നുണ്ട്. ഇനിയുള്ളത് ഒരേ ഒരു വയറാണ്, പച്ച വയർ. അതുപോലെ തന്നെ ഈ പച്ച വയറെടുത്ത് നമ്മുടെ മുകളിലത്തെ, അതായത് എർത്തിനെ സൂചിപ്പിക്കുന്ന ആ വയറിലേക്ക്, അതിൻ്റെ ഈ LED-യുടെ നെഗറ്റീവ് സൈഡിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വയറിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് എടുത്തു, അത് പോസിറ്റീവിലേക്ക് പോകേണ്ടതാണ്. ഇലക്ട്രിക് ലൈനിൻ്റെ പോസിറ്റീവിലേക്ക് ഒന്നാമത്തെ പിന്ന്. ഇതാണ് ഇവിടെ പോസിറ്റീവായി വരിക. ഇത് നെഗറ്റീവ്, ഇത് എർത്ത്, ഇത് മഞ്ഞ കളറ്, ഇത് ചുവപ്പ് കളറ്, ഇത് പച്ച കളറ്, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ പോസിറ്റീവിൽ നിന്നും എല്ലാ പോസിറ്റീവിൽ നിന്നും കൂടി 3 പോസിറ്റീവിൽ നിന്നും കൂടി 3 വയറാണ് വന്നിട്ടുള്ളത്. അതായത് ഡയോഡ്, റെസിസ്റ്റർ, അതുപോലെ തന്നെ അതൊക്കെ സോൾഡർ ചെയ്ത് അതേ ലൈനിലാണ് നമ്മൾ ഈ ഒരു ചുവപ്പ് വയർ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് എർത്ത്. ഇനി നമുക്ക് ഈ പിന്നെടുത്ത് ഇതിൻ്റെ ഓരോ ലൈന് ഇതുമായിട്ട് ബന്ധിപ്പിക്കണം. ഈ പോസിറ്റീവ് വയർ ഈ ഒരു വയർ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക.
കുറച്ച് വയറ് കൂടി അതിൻ്റെ കൂടെ നേരിയതായതുകൊണ്ട് വയറടക്കം ചെയ്താൽ അവിടെ നല്ലോണം ഉറച്ചു നിൽക്കും, വലിച്ചാൽ ഇങ്ങോട്ട് വരികയില്ല. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് വയർ അതിവിടെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇനിയുള്ളത് ഈ പച്ച വയറാണ്. പച്ച വയറ് നമ്മുടെ ഈ മുകളിലത്തെ പിന്നുമായി, അതായത് അതിൻ്റെ പോസിറ്റീവ് ഇതിലേക്കൂടെ പോയി. അപ്പോൾ ഇതിൽ നിന്ന് പോസിറ്റീവ് ലൈന് വന്ന്, അതായത് കറണ്ട് ഇതിലൂടെ വന്ന് LED-യുടെ 3 പോസിറ്റീവ്, 3 LED-യുടെയും 3 പോസിറ്റീവിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളിത് 3 വയറ്, റെസിസ്റ്റർ, അതുപോലെ ഡയോഡ് ഇതൊക്കെ വെച്ച് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പോസിറ്റീവിലേക്ക് പോയി, നെഗറ്റീവ് ഒന്ന് നെഗറ്റീവിലേക്ക് പോയി, പിന്നെ മറ്റൊന്ന് എർത്ത് വയറെടുത്ത് മുകളിലത്തെ പിന്നിലേക്കും കൊടുക്കുക. ഇതൊക്കെ എടുത്ത് ചുരുട്ടി കൂട്ടി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാവില്ല. അതാണ് ഞാൻ പരമാവധി ഇപ്പോൾ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻസുലേഷൻ അടിച്ചു കൊടുക്കാം. പിന്നെ വല്ല വിധേനയും ഇത് എവിടെയെങ്കിലും തട്ടിയിട്ട് ഷോർട്ടായി പോകാതിരിക്കാനാണ് ഞാൻ ഇവിടെ ഇങ്ങനെയൊന്ന് ഇൻസുലേഷൻ ടാപ്പ് കൊടുക്കാമെന്ന് വെച്ചത്. ഇപ്പോൾ ഇവിടെ ഒന്നും പരസ്പരം മുട്ടുകയോ തട്ടുകയോ ഒന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ സ്ക്രൂ എടുത്ത് ടൈറ്റ് ചെയ്യാം.
നമുക്ക് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോസിറ്റീവിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്, അതുപോലെ നെഗറ്റീവിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്, എർത്തിൻ്റെ ലൈന് കത്തുന്നില്ല. ഇതെന്തുകൊണ്ടാണ് എർത്തിൻ്റെ ലൈന് കത്താത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എർത്തിൻ്റെ ലൈന് നമ്മുടെ ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള തകരാറല്ല. എർത്തിൻ്റെ ലൈന് കത്താത്തത് ചുമരിൽ നിന്നെടുത്ത വയറാണ്. ചുമരിലെ സ്വിച്ച് ബോർഡിൽ ഉള്ള സോക്കറ്റിൽ എർത്തുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ എടുക്കുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ പൊതുവേ എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ എർത്തുണ്ടാവില്ല. നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഉപകരണത്തിൽ എർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എർത്ത് വേറെ അങ്ങ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് എന്ത് കാണിക്കാൻ പറ്റില്ല, എർത്തിൻ്റെ ലൈറ്റ് കത്തൂല. അപ്പോഴാണ് ഈ എർത്ത് കത്താതെ ഇരിക്കുമ്പോഴാണ് നമുക്കിവിടെ എർത്തില്ല എന്ന് മനസ്സിലാവുക. അപ്പോൾ അത് എർത്തില്ലാത്തതിൻ്റെ കാരണം ആ എക്സ്റ്റൻഷൻ എടുത്ത വയറിൽ ശരിക്കും 3 വയറുണ്ടെങ്കിൽ ആ ഒരു വയറ് എർത്തിൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് എർത്ത് കിട്ടാത്തത്. ഇനി നമുക്ക് ഇതൊന്ന് സ്വിച്ച് ബോർഡിൽ കുത്തി നോക്കാം. സ്വിച്ച് ബോർഡിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, എർത്തും ഉണ്ട്. ഇവിടെ ഈ സ്വിച്ച് ബോർഡിൽ എന്തെങ്കിലും എർത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് കണക്കാക്കേണ്ടതുള്ളൂ. മറ്റേ എക്സ്റ്റൻഷൻ ബോക്സിൽ എർത്ത് വരുത്താം. ഇതിൽ നിന്ന് പോകുന്ന 3 വയർ എടുക്കേണ്ടി വരും. എർത്തിൽ നിന്നും വയർ അവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇതിലും കത്തും. ഇതിപ്പോൾ മഞ്ഞ കത്തുന്നുണ്ട്, പച്ച കത്തുന്നുണ്ട്, ചുവപ്പ് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ച് ബോക്സിൻ്റെ എർത്ത് വളരെ കറക്റ്റാണ്. അപ്പോൾ ചില എർത്ത് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. ചിലർ എർത്ത് കൊടുക്കാൻ മടിച്ചിട്ടുണ്ടാവും, ചില എർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും, ചിലപ്പോൾ എർത്ത് കട്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ഇത് നോക്കുമ്പോൾ ഇത് കത്തുന്നില്ല എങ്കിൽ നമ്മൾ എർത്ത് ഉടനെ തന്നെ കൊടുക്കേണ്ടതാണ്. നമുക്ക് ഈ ഒരെണ്ണം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം എർത്ത് നമുക്ക് ഇസ്തിരിപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എർത്ത് എപ്പോഴും ആവശ്യമാണ്. അങ്ങനെ പല ഉപകരണങ്ങൾക്കും എർത്ത് നിർബന്ധമാണ്. അപ്പോൾ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ ബന്ധുക്കൾക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങളൊന്ന് നിർമ്മിച്ച് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.